ചലഞ്ചിങ് സ്റ്റാർ ദർശന് വലിയ വെല്ലുവിളികളാണ് ഇനി നേരിടേണ്ടി വരിക. ജാമ്യത്തിലിറങ്ങി സിനിമാഭിനയം തുടങ്ങിയ ദർശൻ വീണ്ടും അഴിക്കുള്ളിലേക്ക്. ജാമ്യം നൽകിയ കർണാടക ഹൈക്കോടതി വിധിയിൽ പാകപ്പിഴകൾ ഏറെയുണ്ടെന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. ഇത് പരിഗണിച്ചാണ് ജാമ്യം റദ്ദാക്കിയത്. ഇന്ന് വൈകിട്ടോടെ ദർശൻ, പങ്കാളി പവിത്ര ഗൌഡ, മറ്റ് 7 കൂട്ടുപ്രതികൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ വീണ്ടും പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റി. ജാമ്യം തേടി മറ്റൊരു ബെഞ്ചിനെ സമീപിക്കാനാണ് ദർശന്റെ അഭിഭാഷകർ ആലോചിക്കുന്നത്. കേസിൽ നേരത്തെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരുന്നു. രേണുകാസ്വാമിയെ കൊലപ്പെടുത്താൻ ദർശൻ ഫാം ഹൌസിലേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായിരുന്നു. ഇതുകൂടാതെ 230ഓളം സാക്ഷികളെയും വിസ്തരിച്ചു. ദർശന്റെയും കൂട്ടാളികളുടെയും വസ്ത്രത്തിൽ കണ്ട രക്തക്കറ രേണുകാസ്വാമിയുടേതാണെന്ന ഫോറൻസിക് പരിശോധനയിലും തെളിഞ്ഞതോടെ കുരുക്കുമുറുകി. നേരത്തെ പരപ്പന അഗ്രഹാര ജയിലിൽ അടച്ച ദർശന വഴിവിട്ട സൗകര്യങ്ങൾ ജയിലധികൃതർ നൽകിയത് വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് നടനെ ബെല്ലാരി ജയിലിലേക്ക് മാറ്റി. ചികിത്സയുടെ പേര് പറഞ്ഞാണ് ആദ്യം ഇടക്കാല ജാമ്യം നേടിയത്. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് സ്ഥിരം ജാമ്യം ലഭിക്കുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞതിനാൽ കേസിന്റെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും. സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കരുതലെടുത്തിട്ടുണ്ട്. ഏതായാലും സുപ്രീം കോടതി ജാമ്യം റദ്ദാക്കിയതോടെ ദർശനും കൂട്ടാളികൾക്കും മേലെയുള്ള കുരുക്ക് മുറുകുകയാണ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.